തിരുനാവായ മഹാമാഘ മഹോത്സവം അവസാനിച്ചു. ഈ വർഷത്തെ വളരെ ഭംഗിയായി തന്നെ നടന്നു. അടുത്ത വർഷം ഇതിനേക്കാൾ ഗംഭീരം എന്ന് നമുക്ക് പറയാനാവും. ഓരോ വർഷവും നമ്മുടെ ഹൈന്ദവീയത വളരെ സടകുടഞ്ഞെണീറ്റ് അതിൻ്റെ പൂർവ്വ അവസ്ഥ പ്രാപിക്കുന്ന, അതല്ലെങ്കിൽ ഏറ്റവും ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൽ നിബോധത എന്നാണ്. ആ ഒരവസ്ഥയിലേക്ക് ഹൈന്ദവ ജനതയുടെ വികാരത്തെയും വിചാരത്തെയും വിജ്ഞാനത്തെയും ഉയർത്തുന്ന ഒരു പ്രക്രിയയായിട്ട് തന്നെ ഈ മഹാമാഘ മഹോത്സവം തിരുനാവായിൽ ഇനിയും ഉണ്ടാകുമെന്ന് നമുക്കുറപ്പുണ്ട്. അതിനു മുൻപ് മറ്റൊരു രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. 3 തരത്തിലുള്ള മാറ്റമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ തിരുനാവായ ആ ക്ഷേത്ര ത്രിമൂർത്തി സംഗമ സ്നാനഘട്ടിൽ നടന്നത്. അത് ഒന്നാമത് നമ്മളിലൊക്കെ ഉറങ്ങിക്കിടന്നിരുന്ന ആത്മീയമായ അവബോധത്തെ ഉണർത്തുകയും ഒരുമയുടെയും അതുപോലെയുള്ള മനുഷ്യരുടെ സ്നേഹസല്ലാഭങ്ങളുടെയും ഒക്കെ ഒരു സന്ദേശമായിട്ട് മനുഷ്യന് ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു ആഘോഷം വളരെ പവിത്രമാക്കാൻ സാധിച്ചു. രണ്ടാമത്, അനേക വർഷങ്ങളായിട്ട് ബലിപിണ്ഡങ്ങൾ സ്വീകരിക്കാനാവാതെ മരണപ്പെട്ടിട്ടുള്ള ഒരുപാട് ആത്മാക്കൾ നമ്മുടെ ആ പരിസരത്തുണ്ട്. ആ പരിസരത്ത് എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ, തീർത്ഥക്കരയിലും വലിയ മഹാക്ഷേത്രങ്ങളിലുമൊക്കെ മരണപ്പെട്ട പ്രേതാത്മാക്കൾ അവിടേക്കാണ് സഞ്ചരിക്കാറുള്ളത് സാധാരണ. അങ്ങനെ തിരുനാവായ ആ തീർത്ഥക്കരയിൽ അനേകം പ്രേതാത്മാക്കൾ ഉണ്ട്. പല വിധത്തിലും മരണപ്പെട്ടവർ. അവർ ഒരുപക്ഷെ ജാതീയതയുടെ പേരിലായിരിക്കാം, ജാതി കോമരങ്ങളുടെ കൈകൊണ്ട് മരണപ്പെട്ടവരായിരിക്കാം, അതുപോലെ വളരെ സങ്കടകരമായ അവസ്ഥയിൽ മരണപ്പെട്ടവരായിരിക്കാം. അങ്ങനെ വിവിധ അവസ്ഥകളെ പ്രാപിച്ചുകൊണ്ട് മരണപ്പെടുകയും അവർക്ക് പിതൃമോക്ഷം ലഭിക്കാനാവാതെ ഇരിക്കുകയും ചെയ്തിട്ടുള്ള അനേകം പേരുണ്ട്. ആ അനേകം പേർക്ക് ഈ മഹാമാഘ മഹോത്സവം അവരുടെ ഈ പാപത്തിൽ നിന്ന് മുക്തമാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് ഇതിലെ ഏറെ ശരിയായിട്ടുള്ള മറ്റൊരു കാര്യം. 270 വർഷങ്ങൾക്കും ശേഷം ഇത്തരമൊരു സംഭവം അവിടെ നടന്നപ്പോൾ അതിന് പരിസരത്ത് ആ ക്ഷേത്ര സന്നിധിയിലും തീർത്ഥക്കരയിലുമൊക്കെ ആയിട്ട് നിലകൊണ്ടിരുന്ന ഈ പ്രേതാത്മാക്കൾക്ക് ശരിയായ ഒരു മോക്ഷമാണ് സാധ്യമായത്. അവർ തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ആ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഇനി വരാൻ പോകുന്ന മഹാമാഘ ഉത്സവങ്ങളൊക്കെ തന്നെ നമുക്ക് വളരെ ഗംഭീരമാക്കാൻ സാധിക്കുക. പിതൃക്കളുടെ സാന്നിധ്യവും അവരുടെ സഹകരണവും അവരുടെ അനുഗ്രഹവുമാണ് ഇനി നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ആ പ്രേതാത്മാക്കൾക്ക് പിതൃ അവസ്ഥ പ്രാപിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളവിടെ നടത്തിയിട്ടുള്ള ഗംഗാ ആരതി, നിള ആരതി, ഇങ്ങനെ വിവിധ സ്ഥലങ്ങളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ വിവിധ തീർത്ഥങ്ങളെ സംബന്ധിക്കുന്നതൊക്കെ തന്നെ ചരിത്ര വസ്തുതകളാണ്. അതിലൊന്നാണ് നിള ആരതി. ഈ നിള നദി എന്ന് പറയുന്നത് ഭാരതപ്പുഴയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ നദിയെ ഭാരതപ്പുഴ എന്ന് പേരിട്ടത്? ഇന്നൊന്നും വന്ന പേരല്ല, അനേക കാലങ്ങളായിട്ട് നാം വിളിച്ചു പോരുന്ന പേരാണ് ഭാരതപ്പുഴ. ഇവിടെ സപ്ത നദികളുടെ സംഗമസ്ഥാനമാണ് എന്നാണ് ചരിത്രം. ഗംഗാ നദിയിലും ആരതി നടക്കാറുണ്ട്. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഓരോ ഘട്ടിലും ആരതികൾ നടക്കാറുണ്ട്. എന്നാൽ അവയൊക്കെ തന്നെയും അതിൻ്റെതായ സ്വഭാവങ്ങളെ, സവിശേഷതകളെ ഊർജത്തെ നിലനിർത്തി ആ ഊർജ നിലയിൽ നിലനിൽക്കുന്ന നദികളാണ്. ഗംഗാ സ്നാനം ചെയ്യുമ്പോൾ നമുക്കൊരു വ്യത്യസ്ത അനുഭൂതിയാണ് ലഭിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത നദികളിൽ നിന്നൊക്കെ നമ്മൾ സ്നാനം ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളെയാണ് നമ്മൾ പ്രാപിക്കുന്നത്. എന്നാൽ ഭാരതപ്പുഴ ഈ നിളനദിയിൽ നമ്മൾ സ്നാനം ചെയ്യുമ്പോൾ നമുക്ക് ഈ സപ്ത നദികളിലും സ്നാനം ചെയ്ത ആ ഒരു ആത്മീയ പുരോഗതിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നിളാനദിയിൽ ഈ തീർത്ഥത്തിൽ, ഈ പുണ്യതീർത്ഥത്തിൽ, ഈ മഹാമാഘ മഹോത്സവ സമയത്ത് നമ്മൾ അവിടെ സ്നാനം ചെയ്യണമെന്ന് പ്രത്യേകം നമ്മുടെ ഗുരുപരമ്പരയും ഗുരുനാഥന്മാരുമൊക്കെ നമുക്ക് തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ.
ആ നിർദ്ദേശങ്ങൾ പാലിച്ചവരൊക്കെ തന്നെ സുഹൃത്തികളും അവർക്കൊക്കെ തന്നെ അവരുടെ പാപങ്ങളെ മാറ്റുന്നതിനുള്ള ഒരു സംയോജിതമായ സന്ദർഭോചിതമായ ഇടപെടലുമായി ഈ ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ നിളാ നദിയിൽ നടന്നിട്ടുള്ള ഈ വൈകുന്നേരത്തെ ഈ ആരതി, നിള ആരതി, ആ ആരതി എന്ന് പറയുന്നത് അഗ്നി സമമായിട്ടുള്ള ഒരവസ്ഥയെ പ്രാപിക്കലാണ്. നമ്മളൊക്കെ പഴയ കാലങ്ങളിൽ യുദ്ധമൊക്കെ ജയിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു പരീക്ഷയാകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്വാധീനിക്കുന്ന വലിയൊരു സംഭവമാകട്ടെ, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മാതാവ് ദീപാരാധന, ദീപം കൊണ്ട് നമ്മെ ആരാധിക്കാറുണ്ട്. ദീപം കത്തിച്ച് നമ്മെ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ദേഹത്തൊക്കെ ഇങ്ങനെ ദീപം കത്തിച്ച് കാണിക്കാറുണ്ട്. ഇതിന് പറയുക ദീപാരാധന എന്ന് തന്നെയാണ്. ആ ദീപം നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന ആത്മബോധത്തെ ഉണർത്തുകയും പുതിയ ഒരു നവലോകം സൃഷ്ടിക്കാൻ പോകുന്നതായ ഒരു സാന്നിധ്യം നമ്മിൽ ഉണ്ടാക്കുകയുമാണ് ഈ ദീപ ആരാധന കൊണ്ട് സാധ്യമാക്കുന്നത്. അതുകൊണ്ടാണ് ദീപം, അഗ്നി നമ്മളെ ഇങ്ങനെ ഒഴിയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നടന്ന ഈ വൈകുന്നേരത്തെ ആരതി, നിള ആരതി, അവിടുത്തെ ഈ പറയുന്ന പ്രേതാത്മാക്കൾക്ക് അവരുടെ പൂർവജന്മ അവസ്ഥകളെ തരണം ചെയ്യാനും അവർക്ക് പിതൃലോകം ലഭ്യമാക്കുന്നതിനും സാധിച്ചു, അതിനെ പ്രാപ്തമാക്കി എന്നതാണ് വാസ്തവം. നാമൊക്കെ ആ തീർത്ഥക്കരയിൽ വൈകുന്നേരം നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആരതി കാണുമ്പോൾ, നമുക്കൊപ്പം ഈ പ്രേതാത്മാക്കളും ഉണ്ടായിരുന്നു എന്നത് സത്യമായ ഒരു വസ്തുതയാണ്. ആ പ്രേതാത്മാക്കൾക്ക് ഇത് കാണുക വഴി അവർക്കും ശരിയായ ഒരു മോക്ഷം സാധിച്ചു. മാത്രവുമല്ല, നിളാനദി ഇക്കാലയളവോളം പേറിയിരുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും ഈ പ്രേതാത്മാക്കളുടെ വേദനയും പേറിക്കൊണ്ടുള്ള ഈ ഒരു പ്രയാണം അവസാനിപ്പിക്കുന്നതിനും ശരിയായ ഒരു ആത്മദിശ സാധ്യമാക്കുന്നതിനും പ്രകൃതിജന്യമായ ഊർജത്തെ നിലനിർത്തി അവിടെ വളരെ പവർഫുള്ളായ ഒരു അവസ്ഥ പ്രാപിക്കുന്നതിനും ഈ നിളാരതിയും അതുപോലെയുള്ള ഈ തീർത്ഥാടകരുടെ പാദമെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പുണ്യപാദമായിട്ട് വേണം നമ്മൾ കാണാൻ. ആ തീർത്ഥക്കരയിൽ അവിടെ വന്ന എല്ലാവരുടെയും പാദങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവരുടെ കർമ്മങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടു. ഒരു പക്ഷേ അവരിതൊന്നും ആലോചിക്കുന്നുണ്ടാവില്ല, അവരിതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ഇതിലൊന്നും ചിലപ്പോൾ അവരങ്ങ് വിശ്വസിച്ചു പോകുന്നതൊന്നും ഉണ്ടാവില്ല. എന്നാൽ തീർത്തും അവിടെ വന്ന എല്ലാവർക്കും ഈ ഒരു പുണ്യം ആസ്വദിക്കുന്നതിനും അനുഭവിക്കുന്നതിനും സാധിച്ചു എന്നതാണ് വാസ്തവം. എന്തായാലും നമ്മുടെ ഈ പിതൃക്കരയിൽ, ഈ നിളാ നദിക്കരയിൽ, തീർത്ഥക്കരയിൽ അന്തിയുറങ്ങാൻ പോലും സാധ്യതകളില്ലാതിരുന്ന പ്രേതാത്മാക്കളെ ഈ നിളാരതിയും ഇതുപോലെയുള്ള തീർത്ഥ സ്നാനങ്ങളൊക്കെ തന്നെ കൊണ്ടും തീർച്ചയായും അവർക്കും പിതൃലോകം പ്രാപിക്കുവാനുള്ള ഒരു സാധ്യത തെളിയുകയാണ് ചെയ്തത്. അവരുടെ അനുഗ്രഹം തീർച്ചയായും ഹിന്ദു സമൂഹത്തിനും എല്ലാവർക്കും ഉണ്ടാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും നമുക്ക് ഈ പുണ്യ നദിയെ, അല്ലെങ്കിൽ ഈ പുണ്യ അവസ്ഥയെ പ്രാപിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു സന്ദർഭം ഒരുക്കി തന്ന എല്ലാവർക്കും നമുക്ക് തദവസരത്തിൽ അവർക്കൊക്കെ നന്ദി പറയുകയും ആ ഗുരുസ്ഥാനീയരായ ആ മഹാമുനികളെ നമുക്ക് വന്ദിക്കുകയും ചെയ്യാം. പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത് സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. സനാതനം എന്ന് പറയുമ്പോൾ അത് ഒരു ജാതിക്കോ ഒരു മതത്തിനോ അല്ല. നമ്മൾ മതപരമായ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും പ്രകൃതിജന്യമായിട്ടുള്ള, പ്രകൃതി നിശ്ചയിക്കപ്പെട്ടുള്ള ഒരു പ്രതിഭാസമുണ്ട്. അതാണ് സനാതനധർമ്മം. ആ സനാതനധർമ്മത്തിൻ്റെ സൃഷ്ടിയാണ് സർവ്വ ജീവജാലങ്ങളും. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടാൽ അവരെല്ലാവരും ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും, മുസ്ലിം ആയാലും ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദു ആയാലും, ഈ സനാതനധർമ്മ അവസ്ഥ പ്രകാരം അവരൊക്കെ തന്നെ അവരുടെ ആത്മാക്കൾക്ക് മോക്ഷം സാധ്യമാണ്. അതെല്ലാം ഈ ധാർമ്മികമായ പരിക്രമണത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് അത് സാധ്യമാകുന്നതും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തീർത്ഥക്കരയിൽ പ്രേതാത്മാവായി നിലനിൽക്കുന്ന ഒരു ജാതി മാത്രമല്ല, എല്ലാവിധ ജാതികളുടെയും സംഗമ സ്ഥാനമാണ് ഈ തീർത്ഥക്കര.
അതുകൊണ്ട് തന്നെ പ്രേതാത്മാക്കൾക്ക് മുഴുവനായും ഏത് ജാതിയിൽപ്പെട്ട പ്രേതങ്ങളായാലും അവർക്ക് പിതൃലോകം പ്രാപിക്കുന്നതിന് ഈ നിള ആരതി കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അഗ്നിയും ആത്മാവും വ്യത്യസ്തമല്ല, അത് തുല്യമാണ് എന്നത് തന്നെയാണ് വാസ്തവം. അത് സമന്വയിപ്പിക്കുമ്പോൾ, അത് അലിയിച്ച് ഒന്നാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അനുഭൂതി തന്നെയാണ് നമുക്ക് വിവിധ ലോകങ്ങളെ പ്രാപിക്കുന്നതിനുള്ള പാതയും അതുതന്നെയാണ്. ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബന്ധങ്ങളിലുമൊക്കെ തന്നെ ഇതുപോലെയുള്ള ബലിപിണ്ഡങ്ങൾ സ്വീകരിക്കപ്പെടാനാവാതെ ലഭിക്കാതെ കിടക്കുന്ന പ്രേതാത്മാക്കൾ ഉണ്ടാകാം. അവിടെ ചെന്ന എല്ലാവർക്കും, അവിടെ എത്തിയ എല്ലാവർക്കും അവരുടെ കുടുംബത്തിലെ, അവരുടെ വർഗത്തിലെ, അല്ലെങ്കിൽ അവരുടെ പരമ്പരയിലെ ഈ പറയുന്ന പ്രേതാത്മാക്കളെക്ക് മോക്ഷമായി വരാൻ നമ്മൾ ഓരോരുത്തരും അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പാദങ്ങൾ അവിടെ സ്പർശിക്കപ്പെടുന്ന മാത്രയിൽ തന്നെ അവർക്കും നമ്മെ തിരിച്ചറിയാനാവുന്നതും നമ്മോടൊപ്പം ഇരിക്കാനാവുന്നതും നമ്മോട് സല്ലപിക്കാനാകുന്നതും ഒരുപക്ഷെ ഇതൊന്നും നമുക്ക് മനസ്സിലാകുകയുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർക്കും മോക്ഷം സാധ്യമാക്കാൻ ഓരോരുത്തരും അവിടെ ചെന്ന ഓരോരുത്തരും കാരണമായി എന്നത് മറ്റൊരു സത്യമാണ്. യഥാർത്ഥത്തിൽ അതീന്ദ്രിയമായ ഒരു ആനന്ദമാണ് നിള നദിക്കരയിൽ ഈ കഴിഞ്ഞ മഹോത്സവത്തിൽ നടന്നത്. തീർച്ചയായും ഇനി ഒരു മുടക്കുമില്ലാതെ ഈ മഹോത്സവം ഇനിയും വളരെ ഗംഭീരമായി വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ കുണ്ടലിനി ശക്തിയാണ്. ആ ശക്തി എന്ന് പറയുന്നത്, ശക്തിയെ ഉണർത്തി അതിനെ ഈ ലോകം മുഴുവൻ വ്യാപിപ്പിച്ചത് ശങ്കരനാണ്. ശങ്കരാചാര്യരുടെ ഇടപെടൽ കൊണ്ട് നമ്മുടെ ആത്മീയമായിട്ടുള്ള കുണ്ടലിനി ശക്തി അനുഭൂതിദായകമായ ഒരവസ്ഥ പ്രാപിച്ച് ഭാരതമാകെ അത് ലയിച്ചു. ഭാരതത്തിൻ്റെ ദർശനവും ഭാരതത്തിൻ്റെ ശ്രേയസ്സും ഭാരതത്തിൻ്റെ ആത്മീയ ത്രോതസ്സും ലോകത്തിൻ്റെ തന്നെ ഭാരതമാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ആത്മീയ സ്ഫുല്ലിംഗം, ആത്മീയ സ്ഫോടനമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൽ ഇനി മുതൽ ഉണ്ടാകുന്നത്. ഉറങ്ങിക്കിടന്ന ഹിന്ദുവിനെ ഉണർത്താൻ പോന്ന ചില നിരുപദ്രവകാരികളായിട്ടുള്ള ആൾക്കാരുടെ ഇടപെടൽ തീർത്തും അത് നല്ല ഒരു കാര്യമായി. ഇനി ഹിന്ദുവിന് അങ്ങനെയുള്ള മൗഢ്യം ഉണ്ടാവില്ല. അവൻ്റെ ജാതകം തെളിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും പറഞ്ഞാൽ അങ്ങ് കൂടുതൽ പറഞ്ഞു പോകും. എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവർക്കും ഞാൻ ഈ സദവസരത്തിൽ നമസ്തേ പറയുന്നു. നമുക്ക് ഇനി അടുത്ത മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കാനുള്ള ഭഗവാൻ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്തേ.